നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വന്തം. ഇത് ചരിത്ര വിജയമാണ്. 336 റൺസിനാണ് രണ്ടാം ടെസ്റ്റിൽ ടീം ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എഡ്ജ്ബാസ്റ്റണിലെ ഗ്രൗണ്ടിൽ ടീം ഇന്ത്യ വിജയിച്ച് കയറുന്നത്. യെസ്, ഇതിനു മുമ്പ് അവിടെ നടന്ന 8 ടെസ്റ്റുകളിൽ 7 തോൽവികളും ഒരു സമനിലയുമായിരുന്നു. 9ാമത്തെ ടെസ്റ്റ് പടുകൂറ്റൻ വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കുന്നു. 1967 ആദ്യമായിട്ട് എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യ ടെസ്റ്റ് കളിക്കാൻ ഇറങ്ങുന്നത്. 58 വർഷങ്ങൾക്ക് ശേഷം ഇതാ ടീം ഇന്ത്യ ഇവിടെ വിജയിച്ച് കയറിയിരിക്കുന്നു. നായകൻ ശുഭ്മൻ ഗില്ല് മികച്ച രൂപത്തിൽ ടീമിനെ നയിച്ചു. തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ 587 റൺസാണല്ലോ അടിച്ചിരുന്നത്. അതിലും മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തു നമ്മുടെ നായകൻ ശുഭ്മൻ ഗില്ല്. അദ്ദേഹം ആദ്യ ഇന്നിങ്സിൽ അടിച്ചുകൂട്ടിയത് 269 റൺസായിരുന്നു. യശസ്വി ജയ്സ്വാളിൻ്റെ 87 റൺസും ജഡേജയുടെ 89 റൺസും വാഷിംഗ്ടൺ സുന്ദറിൻ്റെ 42 റൺസും ആ ഇന്നിങ്സിൽ പടുകൂറ്റൻ സ്കോറിലേക്ക് എത്താൻ ഇന്ത്യയെ സഹായിച്ചു. ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ഇന്നിങ്സ് 407 റൺസിൽ അവസാനിച്ചു. ഹാരി ബ്രൂക്കിൻ്റെ 158ഉം ജെയ്മി സ്മിത്ത് 184 റൺസുമായിട്ട് പുറത്താകാതെ നിന്നതുമാണ് അവരുടെ ഇന്നിങ്സിൻ്റെ പ്രത്യേകത. ഇന്ത്യ 180 റൺസിൻ്റെ ലീഡാണ് ആദ്യ ഇന്നിങ്സിൽ പിടിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ആകാശ്ദീപ് 4 വിക്കറ്റ് എടുത്തപ്പോൾ സിറാജ് 6 വിക്കറ്റുകളുമായിട്ട് കൊടുങ്കാറ്റായിട്ട് മാറുന്ന കാഴ്ച. എന്നാൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് നോക്കുക. ഒരിക്കൽ കൂടി ശുഭ്മൻ ഗില്ലിൻ്റെ ബാറ്റിൽ നിന്ന് സെഞ്ചുറി പിറന്നു. 161 റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. ഋഷഭ് പന്തിൻ്റെ 65ഉം കെ എൽ രാഹുലിൻ്റെ 55ഉം ജഡേജയുടെ 69ഉം അങ്ങനെ അർദ്ധ സെഞ്ചുറികൾ കൂടി വന്നപ്പോൾ ടീം ഇന്ത്യ 427 റൺസിൽ 6 വിക്കറ്റ് നഷ്ടമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഇംഗ്ലണ്ടിന് മുന്നിൽ 608 റൺസിൻ്റെ വലിയ ഒരു ലക്ഷ്യമാണ് വെച്ചു കൊടുത്തത്. ഇന്നലെ തന്നെ അവരുടെ 3 വിക്കറ്റ് കൊയ്തെടുത്തിരുന്നു. ഇന്ന് തുടക്കത്തിൽ കളി തുടങ്ങാനൊന്ന് വൈകിയപ്പോൾ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ബൗളർമാർ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അവരെ 271 റൺസിന് ഓൾ ഔട്ടാക്കാൻ പറ്റി. അവർക്ക് വേണ്ടി ഈ ഇന്നിങ്സിൽ ടോപ്പ് സ്കോറായത് ജെയ്മി സ്മിത്താണ്. 99 പന്തിൽ നിന്ന് അദ്ദേഹം 88 റൺസ് അടിച്ചു. ബ്രഡൻ കാർട്സ് 38 റൺസ്, ബെൻ സ്റ്റോക്സ് 33 റൺസ് എന്നിവരും മോശമല്ലാത്ത സംഭാവനകൾ നൽകി. പക്ഷെ അതുകൊണ്ടൊന്നും ആകുമായിരുന്നില്ല. ആകാശ്ദീപ് ആദ്യ ഇന്നിങ്സിൽ 4 വിക്കറ്റെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ 6 വിക്കറ്റ്, അങ്ങനെ 10 വിക്കറ്റ് നേട്ടമാണ് ഈ ഒരു ടെസ്റ്റിൽ കൊയ്തിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി രണ്ടാം ഇന്നിങ്സിൽ സിറാജും പ്രസിദ്ധ് കൃഷ്ണയും ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി ഇംഗ്ലണ്ടിനെ 271 ഓൾ ഔട്ടാക്കിക്കൊണ്ട് 336 റൺസിൻ്റെ ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.